നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 10 വർഷം കൊണ്ട് കേരള പോലീസ് സംവിധാനം തകർന്നുവെന്ന മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് പാർട്ടിക്കാരുടെ ഏറാമൂലികളായി മാറി. പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നീതിയില്ല. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും രമേശ് ചെന്നിത്തല. സുരേഷ് ഗോപി MP നിവേദനം വാങ്ങാത്ത സംഭവം. കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് വികസന സംവാദത്തിന്റെ പൊലിമ കുറയ്ക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് സുരേഷ് ഗോപി MP. എന്താണ് അധികാര പരിധിയിൽ വെച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് ധാരണയുണ്ടെന്നും സുരേഷ് ഗോപി MP. കേരളത്തിന്റെ തൊഴിലാളി ദിനമായി ആചരിക്കേണ്ടത് വിശ്വകർമ്മ ദിനമാണെന്ന് ഡോക്ടർ ശ്യാം ചൈതന്യ. സർഗാത്മകമായ സൃഷ്ടികൾ രൂപപ്പെട്ടത് വിശ്വകർമ്മജരിലൂടെയാണെന്നും ഡോക്ടർ ശ്യാം ചൈതന്യ. സെപ്റ്റംബർ 17 നാടെങ്ങും വിശ്വകർമ്മ ദിനാചരണ പരിപാടികൾ. വാർത്തകൾ വിശദമായി. 10 വർഷം കൊണ്ട് കേരള പോലീസ് സംവിധാനം തകർന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് പാർട്ടിക്കാരുടെ ഏറാമൂലികളായി മാറി. മുൻപ് പോലീസ് സേന മികച്ചതായിരുന്നു. എന്നാൽ ഇപ്പോൾ പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നീതിയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യണമെന്നും ചെന്നിത്തല തൃശ്ശൂരിൽ പറഞ്ഞു. ഒരിക്കലുമല്ല. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും നല്ല പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ പോലീസിന് തന്നെ മാതൃകയായിരുന്നു കേരള പോലീസ്. പക്ഷെ 10 വർഷം കൊണ്ട് പിണറായി ഗവൺമെൻറ് നേതൃത്വത്തിൽ ഈ പോലീസ് സംവിധാനത്തെ മുഴുവൻ തകർത്തിരിക്കുകയാണ്. പോലീസ് പാർട്ടിക്കാരുടെ ഏറാൻമൂളികളായി മാറുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ടാണ് പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയ നീതിയില്ല. നടന്ന് പോലീസ് സ്റ്റേഷനിൽ പോകുന്നവൻ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരേണ്ട അവസ്ഥ കേരളത്തിൽ നിന്നുള്ളത്. അതുകൊണ്ടാണ് സനീഷ് കുമാർ MLAയും അതോടൊപ്പം തന്നെ അഷ്റഫ് MLAയും രണ്ടുപേർ നിയമസഭയുടെ കവാടത്തിൽ ഇപ്പോൾ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ്. കുന്നംകുളത്ത് നടന്ന ദാരുണമായ സംഭവത്തിൽ അതിൽ പ്രതികളെ സുജിത്തിനെ ഭീകരമായി മർദ്ദിച്ച പ്രതികളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇന്നലെ മുഖ്യമന്ത്രി അത് അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്. സുരേഷ് ഗോപി MP നിവേദനം വാങ്ങാത്ത സംഭവം. കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് വികസന സംവാദത്തിന്റെ പൊലിമ കുറയ്ക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് സുരേഷ് ഗോപി MP പറഞ്ഞു. എന്താണ് അധികാര പരിധിയിൽ വെച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് ധാരണയുണ്ടെന്നും സുരേഷ് ഗോപി തൃശ്ശൂരിൽ പറഞ്ഞു. 14 ജില്ലയിലും താൻ പോകും. ഇത് തടയാൻ പറ്റില്ല. അവിടെയും ഇവിടെയും തെന്നിത്തെറിച്ച് കിടക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഇത് തടയാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അത് നടപടിയെടുക്കാൻ വേണ്ടി കൊടുത്തു. പഞ്ചായത്ത് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടതുണ്ട്. അതും അവിടെ വ്യക്തമായി. അത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പഞ്ചായത്തിനെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള മിടുക്ക് ആ സഭയിൽ ഉള്ളവർക്ക് ഉണ്ടാവണമെന്നുള്ള വിളംബരവും നടത്തിയിട്ടാണ് പോയത്. ഇതാണ് മറ്റവരെ ഇത്തിരി അസുഖം അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് തുടർന്നാൽ ഇതിന് ഞാൻ 14 ജില്ലയിലേക്കും പോകുന്നുണ്ട്. ഇത് തടയാൻ ആർക്കും പറ്റില്ല. ഇതൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ അവകാശമാണ്. ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ അവിടെ ഇവിടെയും തെന്നിയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കുന്നു. നടക്കില്ല കേട്ടോ. MP സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് മറ്റൊരു ആരോപണം. എന്തിന് സിനിമയിൽ നിന്ന് ഇറങ്ങണം? സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ലെന്നും ഭരത് ചന്ദ്രന് ചങ്കൂറ്റമുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും അതുണ്ടെന്നും സുരേഷ് ഗോപി. അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരത്ചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കുണ്ട്. സിനിമയിൽ ഇറങ്ങിയിട്ടില്ല, അതാണ് വേറൊരു. എന്തിന് സിനിമയിൽ ഇറങ്ങണം? സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച ആ പടം 100 ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല. അങ്ങനെ തന്നെ അത് ജനപക്ഷമാണ്. എന്തൊക്കെയാണ് വൈപ്പിനിലെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ലേ? ചോദിച്ചിട്ടില്ലേ? സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി നിങ്ങൾ 400 ചില്ലാനം കോടി അവിടെ ചെലവാക്കുന്നു. തുച്ഛമായ കോടികൾ മതി വൈപ്പിനിലുള്ളവർക്ക്. ഇത് പറഞ്ഞ രാഷ്ട്രീയമാകും. ഇത് രാഷ്ട്ര വികസനത്തിന്റെ ഭാഗമാണ്. അതിൽ സിനിമ ഭാഗവാക്കാവുന്നു. പക്ഷെ അതുപോലും അവര് പ്രചോദിപ്പിച്ചിട്ടില്ല. അല്ലേ?
അവർക്ക് നിവേദനം വേണം, അത് നിഷേധിക്കപ്പെടണം എങ്കിൽ മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ അവർ ചെയ്തോട്ടെ, നല്ലതാണ്. അത് എല്ലാവരും ചേട്ടന് ഒരു വീട് കിട്ടിയതിൽ സന്തോഷമാണ്, നല്ല കാര്യം. ഇനിയും ഞാൻ ഇതുപോലെ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് അയക്കും, ആ പാർട്ടി അങ്ങോട്ട് തയ്യാറെടുത്തിരുന്നോളൂ. ഞാനൊരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും കേട്ടോ. ഒരു ചേട്ടന് വീട് കിട്ടിയല്ലോ, സന്തോഷമുണ്ട്. വേലായുധൻ ചേട്ടന്മാരെ ഇനിയും അങ്ങോട്ട് അയക്കും. പാർട്ടിയെ കൊണ്ട് നടപടിയെടുപ്പിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിന്റെ തൊഴിലാളി ദിനമായി ആചരിക്കേണ്ടത് വിശ്വകർമ്മ ദിനമാണെന്ന് ഡോക്ടർ ശ്യാം ചൈതന്യ. സർഗാത്മകമായ സൃഷ്ടികൾ രൂപപ്പെട്ടത് വിശ്വകർമ്മജരിലൂടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ട് വിശ്വകർമ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വിശ്വകർമ്മ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ ശ്യാം ചൈതന്യ. സാമൂഹികപരമായും കലാപരമായും വിശ്വകർമ്മജർ നൽകിയ സംഭാവനകൾ അവഗണിക്കാനാകില്ല. യന്ത്രനിർമ്മിതികളേക്കാൾ മഹത്തരമായ സൃഷ്ടികളുടെ പിതാമഹന്മാരായി അറിയപ്പെടുന്നത് വിശ്വകർമ്മജരാണ്. ലോകത്തെ യന്ത്രം കീഴടക്കിയതോടെ വിശ്വകർമ്മജർ പിന്തള്ളപ്പെട്ടു. പാരമ്പര്യ ശില്പികൾ എന്ന നിലയിൽ വിശ്വകർമ്മജർ എല്ലാ നിലയിലും സുരക്ഷിതരാക്കപ്പെടണമെന്നും ശ്യാം ചൈതന്യ പറഞ്ഞു. ഒട്ടനവധി ആൾക്കാർ നമ്മുടെ പൂർവികരായിട്ടുള്ള അറിഞ്ഞോ അറിയാതെ ആൾക്കാർ നമ്മുടെ കുലത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പേരും ഡീറ്റെയിൽസും തരാണെങ്കിൽ ഞങ്ങളിപ്പോൾ കേന്ദ്ര സർക്കാരിനാണ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കേന്ദ്ര സർക്കാരിലേക്ക് നമ്മൾ എത്തിക്കാനും കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഫയൽ ചെയ്തിട്ടാണ് നമ്മുടെ കഴിഞ്ഞ മെയ് 3-ാം തീയതി കേരള ഗവർണർ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ വന്ന് 11 പുരസ്കാരങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് എല്ലാ വർഷവും. 11 പുരസ്കാരവും പുരസ്കാര ദക്ഷിണ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ 10,000 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് തോൽപ്പാവൂത്തിൻ്റെ പൂർവിക ആചാരത്തെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ചെമ്പൈ വൈദ്യനാഥൻ, എം എസ് വിശ്വനാഥൻ, എൻ ടി രാമനാഥൻ, പി ലീല, പാലക്കാട് മണിയേരൻ, ആദ്യത്തെ പ്ലേബാക്ക് സിംഗർ പാലക്കാട്ടുകാരെയാണ്. മുതിർന്ന അംഗങ്ങളെയും പഠനത്തിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റ് കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ടി മനോജ്, വി വിനോദ്, എം ഗണേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് നഗരത്തിൽ ലഡ്ഡു വിതരണം നടത്തി. BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വിതരണം. രാജ്യം കണ്ട വികസന ശില്പിയാണ് മോദിയെന്ന് പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് വികസനം യാഥാർത്ഥ്യമായത്. രാജ്യം ലോകങ്ങൾക്ക് മുൻപിൽ കൈകൂപ്പി നിന്ന കാലം മാറി. ഭീകരരെയും ഇവരെ വളർത്തുന്ന രാജ്യത്തിന്റെ ശത്രുരാജ്യത്തെയും വരുതിയിൽ നിർത്തിയത് മോദിയുടെ കഴിവാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. ലോകാരാധ്യനായ ഭാരത പ്രധാനമന്ത്രിയുടെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പാലക്കാട് മേലാമുറി പച്ചക്കറി മാർക്കറ്റ് മുൻവശം മധുരപലഹാര വിതരണമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ലോകത്തിന് മുഴുവൻ ആരാധനാമൂർത്തിയായി മാറുന്ന രീതിയിൽ ലോകാരാധനായ ഭാരത പ്രധാനമന്ത്രി മറ്റു രാജ്യങ്ങളിലെ സാധാരണക്കാർ പോലും ഉറ്റുനോക്കുന്ന തരത്തിൽ ഭാരതത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ എത്തിക്കുന്നതിൽ മോദിജിയുടെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ലോകം മുഴുവൻ വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിലെമ്പാടുമുള്ള ഗ്രാമാന്തരങ്ങളിൽ മോദിജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ സേവന പരിപാടികളും വലിയ ജനക്ഷേമ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൗൺസിലർമാരായ ശിവരാജൻ, ബേബി, സജിത സുബ്രഹ്മണ്യൻ, മണ്ഡലം ഭാരവാഹികളായ സുനിൽ, ശിവഗിരി, ജെനി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൂട്ടായ്മയിലൂടെ കേരളത്തിന്റെ ആരോഗ്യമേഖല കൈവരിച്ച നേട്ടം രാജ്യത്തിന് മാതൃകയാണെന്ന് VK ശ്രീകണ്ഠൻ MP. ആര് ഭരണം നടത്തിയാലും വികസന തുടർച്ച അനിവാര്യമാണെന്നും MP പറഞ്ഞു. ഷൊർണൂർ നഗരസഭ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ MP ഫണ്ടിൽ നിന്നും നിർമ്മാണം നടത്തിയ IP കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MP. ഷൊർണൂർ നഗരസഭ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പാലക്കാട് MP VK ശ്രീകണ്ഠൻ അനുവദിച്ച MP LED പദ്ധതിയിൽ നിന്നും 1 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ IP കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ഒറ്റനില കെട്ടിടത്തിലാണ് IP ബ്ലോക്ക് പ്രവർത്തിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ കെട്ടിടം VK ശ്രീകണ്ഠൻ MP നാടിന് സമർപ്പിച്ചു. കേരളത്തിലെ ആരോഗ്യ ശൃംഖല രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MP പറഞ്ഞു. ആര് ഭരണം നടത്തിയാലും വികസന കാര്യങ്ങളിൽ തുടർച്ച അനിവാര്യമാണെന്നും MP കൂട്ടിച്ചേർത്തു. ഇത് മാറി മാറി വരുന്ന സർക്കാരുകൾ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നുകൊണ്ടാണ് ഒരുപാട് വികസന പ്രവർത്തനം, പുതിയ ടെക്നോളജി, അനുനിമിഷം പുതിയ മെഷീനറികൾ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്ത് മരുന്നുണ്ട്, എല്ലാറ്റിനും ചികിത്സയുണ്ട്. പക്ഷെ സമയത്ത് അറിഞ്ഞ് കണ്ടുപിടിച്ചാൽ മാത്രമേ ചികിത്സ ഫലപ്രദമാകുകയുള്ളൂ. 4ാമത്തെ 5ാമത്തെ സ്റ്റേജിലെത്തിയ പിന്നെ മരണത്തിലേക്കുള്ള സ്റ്റേജാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആരോഗ്യകാര്യത്തിൽ
വളരെയധികം ജാഗ്രത പുലർത്തണം. പല വൈറസുകളും പല മാരക രോഗങ്ങളും ആദ്യം വരുന്നത് കേരളത്തിലാണ്. മറ്റൊന്നും കൊണ്ടല്ല, മലയാളികൾ യാത്ര ചെയ്യാത്ത ഇടമില്ല. അപ്പോൾ വിദേശത്ത് എവിടെ പോയാലും അവിടെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ എത്തും സ്വാഭാവികമായിട്ട്. അപ്പം നമ്മൾ ജാഗ്രത പുലർത്തിയാൽ. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പുതിയ ഓപ്പറേഷൻ കം പ്രസവ വാർഡ് കെട്ടിടം നിർമ്മിക്കാൻ അടുത്ത വർഷം തുക അനുവദിക്കുമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ആശുപത്രിയുടെ വികസനം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭ സ്വച്ഛതാ ഹി സേവ 2025 ക്യാമ്പയിനോടനുബന്ധിച്ചുള്ള ലോഗോ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R ശ്രീഹരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. DMO പ്രതിനിധി ഡോക്ടർ അനൂപ് പ്രസാദ്, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, SG മുകുന്ദൻ, P ജിഷ, ND ദിൻഷാദ്, വിജയ് പ്രകാശ് ശങ്കർ, രഞ്ജിത്ത്, EK സുഭാഷ്, റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ജെസി എബ്രഹാം ചെമ്മരിക്കാട്ട്, സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P സിന്ധു സ്വാഗതവും JPH പ്രിയങ്ക നന്ദിയും പറഞ്ഞു. നേരത്തെ MP ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് സ്വീകരണവേദിയിലേക്ക് ആനയിച്ചത്. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ 1,46,673 വോട്ടുകളാണ് കൂടിയിരിക്കുന്നത്. ഏതാണ്ട് 10.99% വർധനവ്. സുരേഷ് ഗോപി വിജയിച്ചതാകട്ടെ 74,686 വോട്ടിന്. ഈ പുതിയ 1,00,000 വോട്ടുകൾ എങ്ങനെ വന്നുവെന്ന് തൃശൂർ അതിരൂപത മുഖപത്രം കത്തോലിക്ക സഭയിലെ ലേഖനം ചോദിക്കുന്നു. തൃശൂരിന് പുറത്തുള്ള 1,00,000-ഓളം ആളുകളെ വോട്ടർ പട്ടികയിൽ കുത്തിത്തിരികയാണ് ഈ വിജയം നേടിയതെന്ന് കത്തോലിക്ക സഭയിലെ ലേഖനം ആരോപിക്കുന്നു. UDF-ന്റെയും LDF-ന്റെയും മണ്ഡലത്തിലെ സംഘടനാ ദൗർലഭ്യം മനസ്സിലാക്കി RSS നടത്തിയ ആസൂത്രിത നീക്കമാണ് ഈ വോട്ടുകൊള്ള എന്ന് ആരോപണം. വോട്ടർ പട്ടികയിലെ ഈ കൊള്ള തിരിച്ചറിയാതിരിക്കാൻ ക്രിസ്ത്യൻ പള്ളികളിലേക്കും കരുവന്നൂർ തട്ടിപ്പിൻ്റെ ഇരകളുടെ വീടുകളിലേക്കും കോളനികളിലേക്കും സുരേഷ് ഗോപിയുടെ യാത്രകൾ RSS ആസൂത്രണം ചെയ്തു. ഇങ്ങനെ പുകമറ സൃഷ്ടിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് മറിഞ്ഞുവെന്ന തെറ്റായ പ്രചരണം ഇപ്പോഴും RSS നടത്തുകയാണെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ചില മെത്രാന്മാരും സാമുദായിക നേതാക്കന്മാരും RSSന്റെ കെണിയിൽ വീണും കാസ കുത്തിവെക്കുന്ന വിഷബീജത്തിൻ്റെ ഉറവിടം മനസ്സിലാക്കാതെയും പ്രവർത്തിക്കുന്നുണ്ട്. ഇവരോട് കഷ്ടം എന്നാണ് പറയാനുള്ളതെന്നും ലേഖനം വിമർശിക്കുന്നു. ഇതിനു പുറമെ കേസരിയിലെ ക്രൈസ്തവ വിരുദ്ധ ലേഖനത്തിന് ദീപികയ്ക്ക് പിന്നാലെ തൃശൂർ അതിരൂപതയുടെ മുഖപത്രവും വിമർശനവുമായി രംഗത്തെത്തി. സംഘപരിവാർ സംഘടനകൾക്ക് വർഗീയ അന്ധതയാണെന്ന് കത്തോലിക്ക സഭയുടെ മുഖപ്രസംഗം വിമർശിക്കുന്നു. ഇന്ത്യയിൽ ഇന്ന് നിരപരാധികളെ കുടുക്കാൻ ഏറ്റവും വലിയ ആയുധമാണ് മാവോയിസ്റ്റ് ബന്ധം. ഇതെടുത്ത് മിഷണറിമാർക്ക് നേരെ ഉപയോഗിക്കുകയാണെന്നും കത്തോലിക്ക സഭ വിമർശിക്കുന്നു. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയും ദാരിദ്ര്യവും കാണാതെ മിഷണറിമാരെ തേടിപ്പിടിച്ച് ആക്രമിക്കുന്നത് എന്തിനെന്നും മുഖപ്രസംഗം ചോദിക്കുന്നു. ഇതിനു പുറമെ ഒഡീഷയിലും ബജ്രംഗദളിൻ്റെ അഴിഞ്ഞാട്ടം എന്ന വാർത്തയാണ് കത്തോലിക്ക സഭ മാസികയുടെ പുതിയ ലക്കത്തിൻ്റെ ഒന്നാം വാർത്തയും. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവനായ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്താണ് കത്തോലിക്ക സഭ മാസിക പ്രസിദ്ധീകരിക്കുന്ന അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പാർട്ടി നയം KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ കോൺഗ്രസിന് പ്രതിസന്ധിയില്ലെന്നും പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. ഏറെ നാളുകൾക്ക് ശേഷം രാഹുൽ ശനിയാഴ്ച പാലക്കാട് വരുമെന്ന സൂചന നിലനിൽക്കെയാണ് DCC പ്രസിഡന്റിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ പാർട്ടിക്ക് പുറത്താണ്. രാഹുൽ പാലക്കാട്ടെത്തിയാൽ സംരക്ഷണം ഒരുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത് KPCC പ്രസിഡന്റാണെന്നും A തങ്കപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ പാർട്ടിയുടെ അകത്തല്ലല്ലോ, അപ്പോൾ അദ്ദേഹം എന്നെ അറിയിക്കേണ്ട കാര്യമൊന്നും അതിനകത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സംരക്ഷണം ഒരുക്കോ അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് തീരുമാനം. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ അവസാന വാക്ക് എന്ത് എന്ന് തീരുമാനിക്കുന്നത് KPCC അധ്യക്ഷനാണ്. അദ്ദേഹം എന്തു പറഞ്ഞോ അതനുസരിക്കേണ്ട ബാധ്യതയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നൽകിയത്. രാഹുൽ വിഷയത്തെ സംബന്ധിച്ച് പലരും പലതും പറയും. അന്തിമ തീരുമാനം KPCCയുടേതാണ്. DCC നടപ്പിലാക്കുന്നതും KPCC തീരുമാനമാണ്. രാഹുൽ വരണമെന്നും സംരക്ഷണം നൽകുമെന്നും നഗരസഭാ കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി ഉൾപ്പെടെ ചിലർ വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു തങ്കപ്പൻ്റെ പ്രതികരണം. കോൺഗ്രസ് ഗൃഹസന്ദർശനം ഉൾപ്പെടെ പാർട്ടി പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ വിഷയം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഉണ്ടായാൽ തരണം ചെയ്യാനുള്ള കഴിവ് കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ടെന്നും A തങ്കപ്പൻ പറഞ്ഞു.
അത് എന്തായാലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഡയറക്ഷൻ എന്തുണ്ടോ അത് അനുസരിക്കും. ഓക്കെ, ആണ്. ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ ആയിരക്കണക്കിന് വോട്ട് ഉണ്ടല്ലോ, അത് നിർവഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെ രണ്ടും പറയുന്നല്ലോ. അങ്ങനെ അത് ആ സമയത്ത് KPCC പറയും എന്ത് ചെയ്യണം. അങ്ങനെ ഒരു ഘട്ടം ഉണ്ടെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പറയും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്ര യജ്ഞ പരിപാടിക്ക് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ തുടക്കമായി. വനം വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്നാണ് തീവ്ര യജ്ഞ പരിപാടി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിൽ പരാതിപ്പെട്ടി സ്ഥാപിച്ച് പ്രസിഡന്റ് KM കേരളകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരാതികൾ സ്വീകരിക്കുന്നത് നമ്മൾ പഞ്ചായത്തിൽ 15 ദിവസം ഇവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള വന്യജീവികളുടെ ആക്രമണങ്ങളും മറ്റു പരാതികളും ഇവിടെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ ഈ ബോക്സിൽ കൊണ്ടുവന്ന് നിഷേധിക്കുകയാണ്. പഞ്ചായത്ത് സെക്രട്ടറി എസ് അഫ്താബ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA AV ഗോപിനാഥ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി AE മനോജ്, PC റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ PR പ്രകാശൻ, PP സന്ദീപ്, ഫോറസ്റ്റ് വാച്ചർമാരായ C രാധാകൃഷ്ണൻ, KV രാജീവ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിന്ദു, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വന്യജീവി ശല്യം നേരിടുന്ന പൊതുജനങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടിയിൽ പരാതി സമർപ്പിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പത്രിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PV അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാജ്യമെമ്പാടും നടത്തുന്ന ഏകദിന അമൃത് മഹോത്സവിൻ്റെ ഭാഗമായാണ് പത്തിരിപ്പാല ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ NSS യൂണിറ്റിൻ്റെയും റെഡ്ഡീസ് ബ്ലഡ് കേരള, ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തിയത്. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PV അനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡൻസായിട്ടുള്ള ഒരു ഇടപെടലും അതിലൂടെ പൊതുസമൂഹത്തിലേക്ക് കൂടുതൽ ഈ ഒരു വീക്ഷണം എത്തിച്ചേരുന്നുള്ളത് തീർച്ചയായും ഉറപ്പാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിന് സഹകരിച്ചിട്ടുള്ള ജില്ലാ ആശുപത്രി അധികൃതർ, ജില്ലാ ആശുപത്രി ബ്ലഡ് സെൻറ്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദു, ബ്ലഡ് ബാങ്ക് കൗൺസിലർ രഞ്ജിത രാജ്, RIBK കോർഡിനേറ്റർ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ V അജിത സ്വാഗതവും NSS വോളണ്ടിയർ അശ്വിൻ കൃഷ്ണ നന്ദിയും പറഞ്ഞു. 14 യൂണിറ്റ് രക്തം ദാനം ചെയ്തു. നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി പഞ്ചായത്തിൽ സ്കൂൾ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി. പുളിനെല്ലി ഗവൺമെന്റ് LP സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് നിർവഹിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിനീത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ, പഞ്ചായത്ത് അംഗം രജിത, കുഴൽമന്ദം BRC കോർഡിനേറ്റർ നിഷാന, സ്കൂൾ PTA പ്രസിഡന്റ് ശശികുമാർ, അധ്യാപകരായ P അജയ്, KS സുപ്രിയ, R ഇന്ദുലേഖ എന്നിവർ സംസാരിച്ചു. സ്കൂൾ സീനിയർ അധ്യാപിക TP പ്രഭിത സ്വാഗതവും K അംബിക നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ക്രിയേറ്റീവ് കോർണർ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോട്ടായിൽ SRG യോഗം ചേർന്നു. UP വിഭാഗം അധ്യാപകരാണ് തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത്. ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ പങ്കെടുത്ത ക്രിയേറ്റീവ് കോർണർ പാഠഭാഗങ്ങളുമായി ഉൾച്ചേർത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ സജീവമാക്കാനും ജില്ലയിൽ നിന്ന് ലഭിച്ച മൊഡ്യൂൾ പ്രകാരം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ക്രിയേറ്റീവ് കോർണറിനെ കൂടുതൽ ഊർജിതമാക്കാനും തീരുമാനിച്ചു. ആഴ്ചയിലോ മാസത്തിലോ റിവ്യൂ നടത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്താനും തീരുമാനമായിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും കോർണറിലെ എല്ലാ ഉപകരണങ്ങളും പരിചയപ്പെടാൻ അവസരം ഒരുക്കുകയും അവശ്യഘട്ടങ്ങളിൽ വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കുകയും ചെയ്യും. പഞ്ചായത്തിലെ മറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്ക് കോർണർ പരിചയപ്പെടാൻ വേണ്ട സൗകര്യം ഏർപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 10 വർഷം കൊണ്ട് കേരള പോലീസ് സംവിധാനം തകർന്നുവെന്ന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് പാർട്ടിക്കാരുടെ ഏറാമൂലികളായി മാറി. പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ
നീതിയില്ല. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും രമേശ് ചെന്നിത്തല. സുരേഷ് ഗോപി MP നിവേദനം വാങ്ങാത്ത സംഭവം. കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് വികസന സംവാദത്തിന്റെ പൊലിമ കുറയ്ക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് സുരേഷ് ഗോപി MP. എന്താണ് അധികാരപരിധിയിൽ വെച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് ധാരണയുണ്ടെന്നും സുരേഷ് ഗോപി MP. കേരളത്തിന്റെ തൊഴിലാളി ദിനമായി ആചരിക്കേണ്ടത് വിശ്വകർമ്മ ദിനമാണെന്ന് ഡോക്ടർ ശ്യാം ചൈതന്യ. സർഗാത്മകമായ സൃഷ്ടികൾ രൂപപ്പെട്ടത് വിശ്വകർമ്മജരിലൂടെയാണെന്നും ഡോക്ടർ ശ്യാം ചൈതന്യ. സെപ്റ്റംബർ 17 നാടെങ്ങും വിശ്വകർമ്മ ദിനാചരണ പരിപാടികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.